എല്ലാവർക്കും നെന്നസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ റെസിപ്പി നമ്മൾ കാണുമ്പോൾ ഒരുപാട് പാടാണ് തയ്യാറാക്കാനെന്ന് തോന്നും, പക്ഷെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന റെസിപ്പിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയും കൂടിയാണിത്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ നല്ല കട്ട തൈര് യൂസ് ചെയ്താൽ മതി മുട്ടയ്ക്ക് പകരമായിട്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഹാൻഡ് മിക്സറാണ് എടുക്കുന്നത്. അതിന് പകരമായിട്ട് വിസ്ക് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവം ആവുന്നിടം വരെയാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അളവിൽ മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് മതി, അതായത് 4 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാനില എസൻസ് 1/2 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇതുണ്ട്, ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് റോൾ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നല്ല പരന്ന ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരേപോലെ ആവുന്നിടം വരെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് ലെവലാക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്യാം. നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് മൂടി വെച്ച് അടച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലുള്ള മൂടിയാണെങ്കിൽ അതിൽ ഹോള് കാണും. ആ ഹോളിൻ്റെ അവിടെ പേപ്പർ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ എയർ പോവാത്ത രീതിയിൽ ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 15 മിനിറ്റ് ആയപ്പോഴത്തേന് നമ്മുടെ കേക്ക് തയ്യാറായി. ഞാനിവിടെ ലോ ഫ്ലെയിം വെച്ചിട്ടായിരുന്നു ഇത് കുക്ക് ചെയ്തത്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് വെന്തോ നോക്കാനായിട്ട് ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. അതാണ്ട് ഈ ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കാതെ വരുന്ന ഈ സമയത്താണ് നമ്മളിത് മാറ്റി കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഈ കേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാടങ്ങ് ലൈറ്റും ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയിലും ആവരുത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ജാമാണ് തേച്ച് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വാനില ക്രീമാണ് ഇഷ്ടമെങ്കിൽ അത് തേച്ച് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ ഫില്ലിങ്ങും മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് സ്ട്രോബെറി ജാം പുരട്ടി കൊടുക്കാം. ജാം പുരട്ടി കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ദാണ്ട് ഇതുപോലെ ഒരു സൈഡിൽ പിടിച്ച് ഞാൻ റൗണ്ട് ചെയ്ത് ഈ ബട്ടർ പേപ്പർ പുറത്തോട്ടെടുത്ത് ദാണ്ട് ഇതുപോലെ നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ്ട് നമ്മുടെ റോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. അതിനുശേഷം നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റിലത്തെ 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം നടുഭാഗം നന്നായിട്ട് ഓരോരോ പീസായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കട്ട് ചെയ്തെടുക്കാം. അതാണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക്, അതായത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ റോളിൻ്റെ സൈഡിലേക്ക് നമുക്ക് കുറച്ച് ജാം പുരട്ടി കൊടുക്കണം. അതാണ്ട് ഇതുപോലെ ജാം ഒന്നുമില്ലെങ്കിൽ നമുക്കിതിലേക്ക് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അതാണ്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം നമുക്ക് ദാണ്ട് ഇതുപോലെ കോക്കനട്ടിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ദാണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി കിട്ടും. അല്ലെങ്കിൽ ദാണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും കോക്കനട്ട് വെച്ചിട്ട് വീണ്ടും ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള പീസുകളെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള സ്വിസ് റോൾ തയ്യാറായി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു റെസിപ്പിയുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് താങ്ക് യു.